Hi everyone, it's me Pooja and welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മിനിമലിസ്റ്റിന്റെ വിറ്റമിൻ സി 10% പ്ലസ് AG1 സിറം ആണ്. ഈ ഒരു സിറം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിറമാണ്. സോ നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാനുണ്ട്, ഒരിക്കലും ഇങ്ങനത്തെ സീറംസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഡക്ട്സും സിറംസ് എന്നല്ല ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നേരിട്ട് അങ്ങോട്ട് മോത്തിക്കെടുത്ത് ഉപയോഗിക്കരുത്. ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ വിറ്റമിൻ സി സിറത്തിനും മസ്റ്റാണ് പാച്ച് ടെസ്റ്റ്. നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപ് കുറച്ചെടുത്തിട്ട് നിങ്ങളുടെ ഫേസിൻ്റെ ഈ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്യുക. 24 hours കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് അതിനിടയിൽ നിങ്ങൾക്കിപ്പോൾ റെഡ്നെസ്സോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ മാർക്കറ്റിൽ വിറ്റമിൻ സി പ്രോഡക്ട്സിൻ്റെ ഒരു വലിയൊരു വേവ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ വിറ്റമിൻ സി പ്രോഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, വിറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ഓൾ ഇൻ വൺ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ്. നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും ബ്രൈറ്റ് ആക്കാനും അങ്ങനെ എല്ലാത്തിനും സ്കിന്നിൻ്റെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടുള്ളൊരു പറ്റിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിറ്റമിൻ സി അവരുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനും. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ വിറ്റമിൻ സിയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്യുവർ വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിൻ്റെ ഡീപ്പസ്റ്റ് ലെയറിലോട്ട് എത്തുന്നു എന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിറ്റമിൻ സി എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെ വെറുതെ പിടിച്ചിട്ട് എന്താ പറയുക, കുറച്ച് വിറ്റമിൻ സി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ വിറ്റമിൻ സി എടുത്ത് ഒരു സിറം വെറുതെ ഉണ്ടാക്കാം, അങ്ങനെ നമുക്കൊരു വെറുതെ അങ്ങ് എടുത്ത് ഉപയോഗിക്കാനും പറ്റില്ല വിറ്റമിൻ സി. കാരണം ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു കാര്യമില്ല. അത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫോമിലേക്കൊക്കെ മാറ്റിയിട്ടാണ് ഓരോ പ്രോഡക്ട്സിലൊക്കെ അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലുള്ള വിറ്റമിൻ സി എന്ന് പറയുന്നത് 100% പ്യുവർ ആയിട്ടുള്ള വിറ്റമിൻ സി അല്ല. നമുക്ക് അങ്ങനെ പ്യുവർ വിറ്റമിൻ സി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിറ്റമിൻ സിയുടെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു പ്യുവർ ഫോം എന്ന് പറയുന്നത് L-ascorbic ആസിഡ് ആണ്. പക്ഷെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതിനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഈഥൈൽ അസ്കോർബിക് ആസിഡാക്കി മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 100% പ്യുവർ വിറ്റമിൻ സി അല്ല, ഇത് വിറ്റമിൻ സി ഡെറിവേറ്റീവ് ആണ്. അത് മിനിമലിസ്റ്റിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ വളരെ കൃത്യമായിട്ട് ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ പാക്കേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്ലാസ് ബോട്ടിലിൽ ഒരു ഡ്രോപ്പർ പാക്കേജിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഡാർക്ക് ബോട്ടിലായതുകൊണ്ട് ഇതിനകത്തോട്ട് ലൈറ്റ് പാസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ പാക്കിംഗ് അടിപൊളിയാണ്. പക്ഷേ എയറിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. കാരണം ഇങ്ങനത്തെ ഡ്രോപ്പറാണ്. അപ്പോൾ ഇത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ അതിനകത്തോട്ട് എയർ കയറോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ലൈറ്റ് ഇങ്ങനത്തെ പാക്കിങ്ങിൽ പാസ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. മിനിമലിസ്റ്റിന്റെ AHA, BHA, PHA കെമിക്കൽ പീല്, അതുപോലെ തന്നെ നിയാസിനമൈഡ് സിറം, ഇതിലൊക്കെ അവരുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആലോവേര ജ്യൂസ് ആയിരുന്നു. പക്ഷേ ഇതിലത്തെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെൻറ്റല ഏഷ്യറ്റിക്ക ലീഫ് വാട്ടർ ആണ്. ഈ സെൻറ്റല ഏഷ്യറ്റിക്ക ലീഫ് വാട്ടർ എന്ന് പറയുന്നത് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള വിറ്റമിൻ സി തന്നെയാണ്. ഇതിലത്തെ വിറ്റമിൻ സി സിറത്തിൻ്റെ ഈ ഒരു സിറത്തിൻ്റെ pH ലെവൽ എന്ന് പറയുന്നത് 3.9 to 4.9 ആണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ തിക്കും അല്ല, എന്നാൽ വളരെ തിന്നും അല്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു തരം കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിറം ആണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയി കഴിഞ്ഞ അപ്പോൾ തന്നെ സെക്കൻഡ്സിനകത്ത് നമുക്ക് നല്ലൊരു നോൺ ഓയിലി ഗ്ലോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒട്ടും ഓയിലി അല്ലാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലോ പിന്നെ പെർമനന്റ് ആവും. ഞാൻ പറയാൻ പോകുന്നത് വിറ്റമിൻ സി എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. വിറ്റമിൻ സി നമുക്ക് രാവിലെയും യൂസ് ചെയ്യാം, രാത്രിയും യൂസ് ചെയ്യാം. ഞാൻ രാവിലെയും രാത്രിയും യൂസ് ചെയ്യാറുണ്ട്. രാവിലെ സമയം കിട്ടാത്തപ്പോൾ രാത്രി എന്തായാലും യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു വിറ്റമിൻ സി യൂസ് ചെയ്യുന്നത് കൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പാടില്ല എന്നല്ല, ആവശ്യമില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കാരണം വിറ്റമിൻ സി എന്ന് പറയുന്നത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സ്കിന്നിൻ്റെ ബ്രൈറ്റ് ആക്കും, നല്ലതാണെന്നൊക്കെ ഉള്ളത് കൊണ്ട് വിറ്റമിൻ സി യൂസ് ചെയ്യുന്നത് കൊണ്ട് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല എന്നല്ല.
നിങ്ങൾ ഒരു തവണ വിറ്റമിൻ സി സിറം സ്കിപ്പ് ചെയ്താലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. അതായത് ഈ ഒരു പ്രോഡക്റ്റ് എന്നല്ല, ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ്. കുറഞ്ഞത് SPF 30 ഒരു സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം. ഇനി സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ആർബുട്ടിൻ സിറം ഉണ്ട്. മിനിമലിസ്റ്റിന്റെ തന്നെ പല സിറംസിൽ ഒന്നാണ് ആൽഫ ആർബുട്ടിൻ സിറം. അതിൻ്റെ കൂടെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നത് നിയാസിനമൈഡ് സിറത്തിൻ്റെ കൂടെയാണ്. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിയാസിനമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ നല്ല സ്മൂത്ത് ആവാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെയാണ് ഞാൻ വിറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് നല്ല എഫക്റ്റ് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. ഇത് നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് മേടിക്കാൻ, കാരണം എനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്. എൻ്റെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. അതിന് കാരണം ഒരാളും കൂടി ഇതിനകത്തുള്ളത് കാരണമാണ്. അത് AG ആണ്, 1% AG ആണ്. നമ്മൾ ഇത്രയും നേരം ഇതിനകത്തുള്ള 10% വിറ്റമിൻ സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, 1% AG എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ. ഇത് ഹൈലറോണിക് ആസിഡ് പോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരാനും സ്കിന്നിലത്തെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് അതൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിന്നിൻ്റെ ഏജിങ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്നത്. അതും ഒരു 1% ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ 10% വിറ്റമിൻ സി പ്ലസ് 1% AG എന്തുകൊണ്ടും സ്കിന്നിലത്തെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ ഒരു പ്രോഡക്റ്റ് ബെസ്റ്റാണ്. കാരണം വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിന്നിന് ബ്രൈറ്റ്നസ് കിട്ടും, സ്കിന്നൊന്ന് ഈവൻ ടോൺ ആയി കിട്ടും, ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇതൊക്കെ നന്നായിട്ട് കുറയും, സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ആവും. പിന്നെ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ഉള്ളത് കൊണ്ട് സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടും, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡ്രൈനെസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. സോ എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്. ഇത് യൂസ് ചെയ്യുമ്പം സ്കിന്നിൽ നല്ല മാറ്റം കാണാനും ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇതിൽ ഫ്രേഗ്രൻസ്, പാരബൻസ്, സൾഫേറ്റ്സ്, സിലിക്കോൺസ്, എസൻഷ്യൽ ഓയിൽ, ഡൈസ് അങ്ങനത്തെ യാതൊരുവിധ ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളും ഇല്ല. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് 30 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന് 699 rupees ആണ് വരുന്നത്. സോ ഓവറോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഗ്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ എനിക്ക് ഈ ഒരു സിറം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇറ്റ് ഡസ് എവറിത്തിങ് ദാറ്റ് ഇറ്റ് ക്ലെയിംസ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു വിറ്റമിൻ സി സിറത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. നല്ല അടിപൊളി വിറ്റമിൻ സി സിറമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു വിറ്റമിൻ സി സിറത്തിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിറ്റമിൻ സി സിറത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.